നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിശുദ്ധമായ ഒരു കഥയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. ശിവശക്തി സംഗമം. ശിവനും പാർവതിയും ഈ ദൈവിക കൂട്ടുകെട്ട് കേവലം ഒരു ദൈവകഥയല്ല. ഇത് ആത്മാവിൻ്റെ സംഗമമാണ്. ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകം. ശിവനെ വിവാഹം കഴിച്ച സതി തൻ്റെ പിതാവായ ദക്ഷൻ ശിവനെ അപമാനിച്ചതിൽ ദുഃഖിച്ച് ആത്മാഹുതിയായി. വീണ്ടും പാർവതിയായി പുനർജന്മം നേടി. പാർവതി ഹിമവാന്റെയും മേനാവതിയുടെയും മകളായി ജനിച്ചു. ബാല്യത്തിൽ നിന്നു തന്നെ പാർവതിക്ക് ശിവനോടുള്ള ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിവാഹം ചെയ്യുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ശിവൻ സതിയുടെ നഷ്ടത്തിൽ വിങ്ങി ഹിമാലയത്തിലെ ഗഹന വനാന്തരങ്ങളിൽ പിന്മാറി തപസ്സിലായിരുന്നു. പാർവതി ശിവന്റെ ഹൃദയം നേടാൻ നിർണയത്തോടെ തപസ്സിലേർപ്പെട്ടു. വർഷങ്ങളോളം മഴയും തണുപ്പും സഹിച്ച് അവൾ കൊടും തപസ്സിലേർപ്പെട്ടു. ദേവന്മാരും ലോകങ്ങളുമെല്ലാം അവളുടെ തപസ്സിൽ അത്ഭുതപ്പെട്ടു. പർവ്വതപുത്രി നിത്യപ്രാർത്ഥനയോടെ ഓം നമഃശിവായ എന്ന് ജപിച്ച് അവളുടെ സ്നേഹത്തെ ശക്തിയാക്കി മാറ്റി. ശിവൻ പാർവതിയുടെ ഭക്തിയെ പരീക്ഷിച്ചു. മുൻകൂട്ടിയുള്ള എല്ലാം ഉപേക്ഷിച്ച് അവളെ സത്യത്തിൽ ഉറച്ചവളായി കണ്ടപ്പോൾ ശിവൻ തൻ്റെ ഹൃദയം തുറന്നു. പർവ്വതങ്ങളിൽ വെച്ച് ആ മഹാവിവാഹം നടന്നു. ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും അതിൽ സാക്ഷിയായി. അങ്ങനെ അവർ ശിവശക്തിയായി ഒന്നിച്ചു. നമുക്ക് ആ ദൈവിക സ്നേഹത്തെ ഹൃദയത്തിൽ ആത്മതേജസ്സായി സ്വീകരിക്കാം. നമുക്ക് വേണ്ടത് ശിവനെപ്പോലെയുള്ള മനസ്സും പാർവതീദേവിയെപ്പോലെയുള്ള ഹൃദയവുമാണ്. സത്യസന്ധതയോടും വിശ്വാസത്തോടും കൂടിയ ദീർഘമായ പ്രതീക്ഷയും ഭക്തിയും ഒരുവന് യോഗിയായ ശിവന്റെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയും. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നിസ്സീമമായ വിശ്വാസം ദൈവത്തെ തന്നെ നേടാൻ കഴിയുമെന്നാണ്. ശിവശക്തി ആശീർവാദങ്ങളോടെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓം നമഃശിവായ.